ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിന്റെ അടുത്ത ആഴ്ചത്തെ മുഴുവൻ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അപ്പൊ വീക്കെൻഡ് പ്രൊമോ ആണ് പറയാൻ പോണത്. ഓൾറെഡി കഴിഞ്ഞ വീക്കെൻഡ് പ്രൊമോയിൽ ഞാൻ പറഞ്ഞില്ലേ, ടിവിയില് നമ്മുടെ കല്യാണിക്ക് വിഷം കലക്കുന്ന ഒരു ജ്യൂസിലെ ഭാഗം കാണിച്ചത്. അപ്പൊ ആ ഭാഗം തന്നെയാണ് നമുക്ക് ഈ വീക്കെൻഡ് പ്രൊമോയിലും കാണിച്ചിരിക്കുന്നത്. അതിന്റെ കൂടെ എക്സ്ട്രാ ഭാഗങ്ങൾ കൂടി ഉണ്ട്. അതാണ് ഞാൻ പറയാൻ പോണത്. അങ്ങനെ സരിയോ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും താരയുടെ അടുത്തേക്ക് ഒരു ചെറിയൊരു ബോക്സിൽ ഒരു പൊടി കൊടുക്കുകയാണ്. എന്നിട്ട് പറയണ്ടേ, ഇത് ഭയങ്കര വിഷമാണ്, ഒരു തുള്ളി അകത്ത് ചെന്നാ മതി, അപ്പൊ തന്നെ മരണം സംഭവിക്കും, അതുകൊണ്ട് ഇത് അമ്മ പിടിച്ചോ, ഇതെന്തിനാ എനിക്ക് തരുന്നത് എന്ന് താര ഇങ്ങനെ ആക്ഷൻ വഴി ചോദിക്കുമ്പോ സരിയോ പറയണ്ട്, ഇതെന്തിനാ അമ്മക്ക് ഞാൻ തരുന്നെന്ന് അമ്മക്ക് അറിയില്ലേ? നോക്ക്, കല്യാണി നാളെയോ മറ്റന്നാളോ എന്തായാലും ഇവിടെ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അവള് വരുമ്പോഴേക്കും അവൾക്ക് ജ്യൂസോ ചായയോ എന്തെങ്കിലും അമ്മ കൊടുക്കുമല്ലോ. ആ കൊടുക്കുന്നതിൽ ഈ ഒരു തരിപ്പൊടി ഒന്ന് കലക്കിയാ മതി, അമ്മ പേടിക്കേണ്ട, ഇതിന് മണവോ രുചി വ്യത്യാസമോ ഒന്നുമില്ല. അമ്മ ഇത് കലക്കി അവൾക്ക് കൊടുക്ക, അവൾ അത് കുടിക്കും, അവൾക്ക് മരണം സംഭവിക്കും, എന്താ അത് ചെയ്യില്ലേ എന്ന് സരിയോ ചോദിക്കുമ്പോ താര മടിച്ചു നിൽക്കാണ്. നിങ്ങൾ എന്റെ അമ്മയാണ്, എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഇത് ചെയ്തില്ല എന്നാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്നെ കാണണം, സ്നേഹിക്കണം, എന്നെ എന്റെ മോളെയും നിങ്ങൾക്ക് പൊന്നു പോലെ നിങ്ങൾ ചേർത്ത് പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയണത് കേൾക്കണം, മനസ്സിലായോ? കേൾക്കോ എന്ന് ചോദിക്കുകയാണ്. താര ശരി എന്ന് പറയണ്ട്. സരിയുവിന് ഭയങ്കര സന്തോഷാവാണ്. താരനെ കെട്ടിപ്പിടിച്ച് എന്റെ പൊന്നമ്മ, ചക്കര അമ്മ എന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ആ പൊടി താരയുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയണ്ട്, നാളെ രാവിലെ ആകുമ്പോഴേക്കും ഞാൻ ഓഫീസിലേക്ക് പോകില്ലേ, ആ സമയത്ത് നിങ്ങൾ കല്യാണിന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയക്കണം. മെസ്സേജ് അയക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മോളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. അവള് ചീറിപ്പാൻ ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ നിങ്ങളെ ഭയങ്കര വിശ്വാസമുണ്ട്. അവള് കിരണിനോട് പറയില്ല, അതുകൊണ്ട് തന്നെ കിരണിനും നിങ്ങളെ ഭയങ്കര വിശ്വാസമല്ലോ, അതുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് എന്നെ വിടുള്ളൂ. അവൾ ഇവിടെ വരണ സമയത്ത് നിങ്ങൾ കാര്യം നടത്തണം, ശരി എന്ന് താര പറയണം. അങ്ങനെ സരിയു സന്തോഷത്തോടെ ഓഫീസിലേക്ക് പോവാണ്. താര ആകെ ടെൻഷനായിട്ട് നിൽക്കാട്ടോ. അങ്ങനെ സരിയു പറഞ്ഞ പോലെ തന്നെ താര ഒരു മെസ്സേജ് അയക്കുകയാണ് കല്യാണിക്ക്, മോളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അത് കാണുമ്പോ തന്നെ കല്യാണി, ആന്റി വീണ്ടും മെസ്സേജ് ഇട്ടുണ്ടല്ലോ, സരിയു ഇപ്പൊ ഇവിടെയാണ് ഇരിക്കുന്നത്, കിരണേട്ടൻ ഇവിടെയുണ്ട്, ഒറ്റക്കൊന്ന് പോയിട്ട് ആന്റിനെ കണ്ടാലോ, ചിലപ്പോ ആന്റി തന്റെ മനസ്സിലെ വിഷമം തുറന്നു പറഞ്ഞാലോ. സാധാരണ എന്റെ കൂടെ കിരണേട്ടൻ ഉണ്ടാവാറുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ സരിയു ഉണ്ടാകും, അതുകൊണ്ടായിരിക്കും ചിലപ്പോ ആന്റിക്ക് എന്നോട് ഒരു കാര്യവും പറയാൻ പറ്റാത്തത്, അതുകൊണ്ട് തന്നെ ഇപ്പൊ പോയിട്ട് താര ആന്റിനെ കാണാം എന്ന് പറഞ്ഞിട്ട് കല്യാണി ഒറ്റ കാണിട്ട് താരനെ കാണാൻ വേണ്ടി പോണത്. താര ബെല്ലടിക്കുമ്പോ താര വാതിൽ തുറക്കണ്ട്, വാ വന്നിരിക്കുന്നത് കല്യാണി അടുത്ത് പറയണ. കല്യാണി ഇരിക്കുന്നുണ്ട്. എന്താ ആന്റി, എന്താ മെസ്സേജ് അയച്ചു ചോദിക്കുമ്പോ, ഒന്നുമില്ല, ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, മോൾക്ക് അപകടം പറ്റുന്ന പോലെ, അതുകൊണ്ടാ മെസ്സേജ് അയച്ചെന്ന് പറയാണ്. മോൾക്ക് കുടിക്കാൻ ചായയാണോ ജ്യൂസ് ആണോ വേണ്ടത് ചോദിക്കുമ്പോ, ജ്യൂസ് മതി ആന്റി, പുറത്ത് ഭയങ്കര ചൂടാ. ആന്റി അങ്ങനെ മെസ്സേജ് അയച്ചപ്പോഴേക്കും ഓടിപ്പടച്ചു വരുമായിരുന്നു എന്ന് പറയാണ്. അത് ഞാൻ ജ്യൂസ് എടുക്കാം എന്ന് പറയാണ്. ശേഷം താര അടുക്കളയിലേക്ക് പോകണ്ട്. കല്യാണി സന്തോഷത്തിൽ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ജ്യൂസ്, ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് സരിയു തന്ന ആ ഒരു പൊടി ഉണ്ടല്ലോ, ആ ഇച്ചിരി പൊടി ഇടാൻ കേട്ടോ താര. എന്നിട്ട് നന്നായിട്ട് കലക്കുന്നുണ്ട്. കലക്കിയിട്ട് കല്യാണിക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. താര തന്നത് കൊണ്ട് തന്നെ കല്യാണിക്ക് ഒരു സംശയവുമില്ല. കല്യാണി ആ ജ്യൂസ് കിട്ടുമ്പോ തന്നെ അത് മുഴുവൻ കുടിക്കാട്ടോ. എന്നിട്ട് സന്തോഷത്തോട് കൂടി തന്നെ താരയെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, താരാന്റെ വിഷമമൊന്നും ഇല്ലല്ലോ അല്ലെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ഒന്നുമില്ല എന്ന് പറയാണ്. താരക്ക് ആകെ ടെൻഷൻ ആവുന്നു കേട്ടോ. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും കല്യാണിക്ക് ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി വരുവാണ്. കല്യാണി വൊമിറ്റ് ചെയ്യാണ്. വൊമിറ്റ് ചെയ്തിട്ട് കല്യാണി താഴത്തേക്ക് തല കറങ്ങി വീണ് കുഴഞ്ഞ് വീണ് അവിടെ കിടക്കുവാട്ടോ. അത് കാണുമ്പോഴേക്കും താര ആകെ വെപ്രാളത്തിൽ വായ പൊത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ അലറി കരയാണ്. ശബ്ദം വരുന്നില്ലെങ്കിലും അലറി വിളിച്ചിങ്ങനെ കരയുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. കല്യാണിക്ക് അപകടം പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ച മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ ഒരു ഭാഗം നമ്മുടെ വീക്കെൻഡ് പ്രൊമോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ടിവിയിൽ കാണിച്ചിരിക്കണ പ്രൊമോയിൽ കാണിച്ച ഭാഗം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.